ഈ കാടിനെ കുറിച്ച് കൊച്ചുദേവർക്കൊന്നും അറിയില്ല. ഞങ്ങളൊക്കെ ഭയപ്പെട്ടാ തമ്പ്ര ഈ കാട്ടിൽ കഴിയണത്. കാടിന്റെ മക്കളല്ലേ നിങ്ങൾ? നിങ്ങൾ ആരെ ഭയപ്പെടാൻ? അങ്ങനെയാ എല്ലാവരുടെയും വിചാരം. സത്യത്തിൽ ഓരോ ദിവസം കഴിച്ചുകൂട്ടുന്ന എങ്ങനെയാന്ന് ഞങ്ങൾക്കേ അറിയൂ. എന്നാ ഏത് നേരത്തെ ജഗ്ഗു കയറി വരുന്നെന്ന് അറിയില്ല. ജഗ്ഗു? അതാര്? ഈ കാടിന്റെ രാജാവ്. കാട് മുഴുവൻ ഭരിക്കുന്നത് അവനാ. അപ്പനും മൂപ്പൻ സ്ഥാനേ ഉള്ളൂ. ഇവിടെയുള്ള മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും ജഗ്ഗുവിന് പേടിയാ. റേഞ്ച് ഓഫീസ് ഭരിക്കുന്നതും അവനാ. അങ്ങനെ ഒരു കഥാപാത്രം കൂടി ഇവിടെ ഉണ്ടോ? ഉണ്ട്. പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ചന്ദനവും കഞ്ചാവും കടത്തുകയാ പണി. ജഗ്ഗുവിനെ എതിർത്തവരാരും ഇന്ന് ഈ കാട്ടിലില്ല. ജഗ്ഗുവിനെ കൊച്ചുദേവര് കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. 2-3 തവണ എന്റെ ജ്ഞാനദൃഷ്ടിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആളെങ്ങനെ തടിയനാണോ? ഭയങ്കര തടിയനാ. കൊച്ചുദേവര് സൂക്ഷിക്കണം. പുതുതായി നാട്ടിൽ നിന്ന് ആര് വന്നാലും കൊന്നു കളഞ്ഞേക്കണമെന്നാ ജഗ്ഗു അപ്പനോട് കൽപ്പിച്ചിരിക്കുന്നെ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ജഗ്ഗു അപ്പനെ കൊല്ലും. ഓം രാമം ദശരഥം വിദ്ധിമാൻ വിത്തി ജനകാത്മജാം. ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ധൈര്യമായി കുടിയിലേക്ക് പോയിക്കോളൂ. എഴുന്നേൽക്കൂ മകളെ. ധൈര്യമായി കുടിയിലേക്ക് പോയിക്കോളൂ. എന്താണ് ജേർണലിസ്റ്റേ, കാട് കാണാൻ ഇറങ്ങിയതായിരിക്കും. പുതിയ വേഷം ഭംഗിയായിട്ടുണ്ട്. താങ്ക് യു. ലേഖന പരമ്പരയൊക്കെ എവിടം വരെയായി? ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. ദൈവത്തിന് അറിയാൻ വയ്യാത്തതായി ഒന്നുമില്ല. ദൈവത്തിനറിയാത്തത് ചിലപ്പോ മനുഷ്യർക്കറിയാവുന്നിരിക്കും. അങ്ങേരെ വിറ്റ് കാശാക്കുന്ന കാര്യം നാട്ടുകാരുടനെ അറിയും. ബുദ്ധിമുട്ടാ. കാട്ടിൽ നിന്നൊരു മാറ്റർ നാട്ടിലെത്താൻ വളരെ ബുദ്ധിമുട്ടാ. അഥവാ എത്തിയാൽ തന്നെ അത് പ്രസിദ്ധീകരിക്കാൻ അതിലും ബുദ്ധിമുട്ടാ. പെങ്കൊച്ചേ, ഇവിടെയൊക്കെ നടന്ന അതും ഇതൊക്കെ എഴുതാതെ ഉടനെ സ്ഥലം കാലിയാക്കാൻ നോക്ക്. ആണുങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവും തൽക്കാലം ഒരു പെണ്ണും ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ ഉപദേശം. ആണാര പെണ്ണാരെന്ന് നമുക്ക് പിന്നെ കാണാം. ഏതായാലും ദൈവത്തിന് നല്ല സമയം. മദ്യം, കാട്ടുപെണ്ണ്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോളെ. അനുഗ്രഹം വേണമെങ്കിൽ വന്നോളൂ, തരാം. ഇനി ഒറ്റ മാർഗമുള്ളൂ. നിങ്ങളുടെ കൊച്ചുദേവരോട് ചെന്ന് പറ. കൊച്ചുദേവര് വിചാരിച്ച ഒരു കാട്ടാനെ പിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ അരമന കൊട്ടു പോലത്തെ കളിയില്ലാതെ ഡിസ്കോ ഒന്നും അറിയില്ലേ? ഇതുപോലെ കൊച്ചുദേവരെ കാപ്പാത്തുക. കാട്ടാന വന്ന് അടിയങ്കടെ കുടിൽ തകർത്തു. അടിയങ്ങളെ രക്ഷിക്കണേ. കാട്ടാനയോ? അങ്ങനെ വരാൻ ന്യായമില്ലല്ലോ. ഇവരുടെ കൊച്ചുദേവർക്ക് ഇവിടുത്തെ മനുഷ്യരെയും അവരുടെ കുടിയും രക്ഷിക്കാനുള്ള ചുമതല കൂടിയുണ്ട്. ഉണ്ട്.
കൊച്ചുദേവരല്ലാതെ പിന്നെ ആര് രക്ഷിക്കാൻ? ആട്ടെ, നിങ്ങൾ അവിടുന്ന് പോരുമ്പോ ആന അവിടെ ഉണ്ടോ അതോ പോയോ? ഉണ്ട്. ദേവരേ, ദേവരേ, മക്കളെ പരീക്ഷിക്കരുതേ. അപ്പൊ പോവാ അല്ലേ? അതെ. അവിടെ തന്നെ നിൽക്കുന്നു. കണ്ടില്ലേ, കഴിഞ്ഞ കുടി ഇവനാണ് നശിപ്പിച്ചത്. ദേവരേ, രക്ഷിക്കണേ, അടിയനെ കാത്തുകൊള്ളണേ. തിരിച്ചു പോരാ കുട്ടാ. പോയി കാണിയാണ്. ഞാനാ പറയുന്നത്. എന്നെ നിനക്ക് ശരിക്കറിയില്ല. ഞാനാണ് പറയുന്നത്. ഓ, പോയി കാണിയാണ്. ഞാൻ ഈ കാട്ടിലെ കൊച്ചുദേവനാണ്. ഞാൻ പറയുന്നത് ഈ കാട്ടിൽ നടക്കൂ. പോ, പോയി കാണിയാണ്. അയ്യോ ദേവരേ, മടിച്ചു നിൽക്കാതെ പോകാൻ. ഞാനിൽ ഈ ഭാഗത്ത് കണ്ടുപോകരുത്. ദേവരേ, ഈ കൊച്ചുദേവരുടെ കഴിവിൽ ആർക്കെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഇതല്ല ഇതിനപ്പുറം ഇവിടെ നടക്കും. ഒന്നുകിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. പരീക്ഷിക്കരുത്, പരീക്ഷിക്കരുത്. ഓ, മൂപ്പന്നകളെ, വേണി, ഇവിടെ വാ. ഇനി എന്താപത്ത് വന്നാലും കൊച്ചുദേവരായ എന്നെ മനസ്സിൽ ധ്യാനിച്ചാൽ മതി. മനസ്സിലായോ? ഓ, ദേവരേ. നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും ആന ചെയ്തില്ല. എങ്കിലും പറഞ്ഞ 50 രൂപ കൂടുതലുണ്ട്. ഇനി ഈ പ്രദേശത്ത് കണ്ടുപോരുത്. പൊയ്ക്കോ, പൊയ്ക്കോ, പൊയ്ക്കോ. അരപ്പണി ആശാനെ അറിയിപ്പിക്കരുതെന്നാ. നീ വാ.